ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മലേഷ്യ വ്ളോഗിൻ്റെ അടുത്ത ഭാഗമായിട്ടാണ്. കഴിഞ്ഞ ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മുടെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നേക്കണതാണ്. ബുഫറ്റാണ് കേട്ടോ. കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കൂടുതലും ഇന്ത്യൻ ഫുഡുകളാണ് ഉള്ളത്. ഒന്ന് രണ്ട് മാത്രം മറ്റേ ചൈനീസൊക്കെ ആയിട്ടുള്ളത് ഉണ്ട്. ദോശ, ഇഡ്ഡലി, പിന്നെ സോസേജ്, പിന്നെ നെയ്ച്ചോറ്, അങ്ങനെ കുറച്ച് അധികം ഡിഷസ് ഉണ്ട്. ബ്രെഡ് ജാമ്, കോൺഫ്ലേക്സ്, ചപ്പാത്തി, നൂഡിൽസ്. അപ്പം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇതിനകത്ത് കാണിക്കുന്നത് ബട്ടു കേവ്സിലേക്ക് പോകുന്ന വീഡിയോസാണ് കൂടുതൽ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ബുക്കിറ്റ് ബിന്താങ്ങിലെ മെട്രോ ഹോട്ടൽ ബുക്കിറ്റ് ബിന്താങ് എന്നാണ് പേര്. ഇതേപോലെ വേറൊരു മെട്രോ ഹോട്ടലും വേറെ ഉണ്ട്. 3 സ്റ്റാറാണ്, ഇത് 4 സ്റ്റാറാണ്. ഇവിടെയും മറ്റേ മെട്രോ ഉണ്ട്. അവിടെ കുറച്ച് മെട്രോയുടെ എക്സ്റ്റൻഷൻ പണി നടക്കുകയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബട്ടു കേവിലേക്ക് പോവുകയാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആ അണ്ടർപാസിൽ കൂടി പോകുമ്പോഴും ഉള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. നല്ല അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിവിടുത്തെ ഒരു ടോൾ പ്ലാസയാണ്. ഇതേപോലെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ആണ് ടോൾ ബൂത്ത്. അതേപോലെ ഇവിടുത്തെ സ്കൂട്ടറുകൾ, ബൈക്കും സ്കൂട്ടറും ഏതാണ്ട് ഒരേ മോഡലിരിക്കുന്ന വണ്ടികളാണ്. അതുപോലെ ഇവിടെ കാറ് എല്ലാം ഓട്ടോമാറ്റിക് കാറുകളാണ് ഉള്ളത്. മാനുവൽ ഗിയറിൻ്റെ വണ്ടികളിൽ നിന്നാണ് ഡ്രൈവറുകൾ പറഞ്ഞത്. ഈ പാലത്തിൽ ഇത് കാണുന്നതാണ് ഷോപ്പ്. ഈ കാണുന്നത് ബട്ടു കേവിലെ റെയിൽവേ സ്റ്റേഷനുണ്ട്. മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന മുഖ്യ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബട്ടു കേവ്. ഇതാണ് ബട്ടു കേവിലെ പ്രധാന ആകർഷണമായ മുരുകൻ്റെ ശില്പം.
നമുക്ക് കേവിലേക്ക് പോവാം. കേവിലേക്ക് കയറാനായിട്ട് അത്യാവശ്യം ഒരുപാട് സ്റ്റെപ്പ് കയറിയാണ് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ടിപ്പ് പറയാം, ബട്ടു കേവ് വിസിറ്റ് ചെയ്യണ ദിവസം ഇതേപോലെ ജീൻസ് ടോപ്പ് അങ്ങനെ ലോങ് ഡ്രസ്സാണ് അവർ പെർമിറ്റ് ചെയ്യുള്ളൂ. അതല്ലാതെയുള്ള ഷോർട്ട് ഡ്രസ്സ് അവിടെ പെർമിറ്റബിൾ അല്ല. ബണ്ടുക്കേവിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ബട്ടു കേവിലെ കാഴ്ചകൾ വളരെ അതിമനോഹരമാണ്. കുറേ കേവിൻ്റെ ഉള്ളിലെ കുറേ സാധനങ്ങൾ കാണാൻ പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റില്ല, കണ്ടു തന്നെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ബട്ടു കേവിൻ്റെ താഴത്തോട്ട് ഇറങ്ങി അവിടെ നിന്നും കുറച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോനെ പറ്റി അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.